ഹായ് ഗൈസ്, നമ്മളിന്നൊരു സ്റ്റഡി വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഡേറ്റ് 30-ാം തീയതിയാണ്, അതായത് മറ്റന്നാൾ നമ്മുടെ സ്കൂൾ തുറക്കും. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് എൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിപ്പിച്ച എനിക്ക് പെൻഡിങ് ഉള്ള കാര്യങ്ങളാണ്. പെൻഡിങ് എന്ന് അങ്ങനെ അറിയാൻ പറ്റില്ല, പഠിപ്പിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ കുറച്ചായിട്ട് പഠിച്ചു പോയി. അവസാനം വന്നപ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ അവസാനമൊക്കെ എത്തിയപ്പോൾ ആദ്യത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോയി. അതുകൊണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ പോവാം. ഇന്നത്തെ ഈ ദിവസം കൊണ്ട് ഇലക്ട്രോ കെമിസ്ട്രി തീർക്കണമെന്നും പറഞ്ഞാണ് ഇരുന്നത്. 11:15 തൊട്ട് ഏകദേശം 12:15 വരെ നമ്മൾ പ്രൊഡക്റ്റീവായിട്ടിരുന്ന് പഠിച്ചു. നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഒരു 30 days ചലഞ്ചിലുണ്ട്. അതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിരുന്നത്. പക്ഷേ വെക്കേഷൻ തീരുന്നതിന് മുമ്പ് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഇത് ചുമ്മാ അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. ഇന്നലെ ഇരുന്ന് ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഒരു 1/4 ഭാഗം നമ്മൾ പഠിച്ചായിരുന്നു. കുറച്ച് നാൾ വെക്കേഷൻ്റെ മൂഡൊക്കെ ആയിട്ട് ലേസിയായി ഫോണും നോക്കി ഇരുന്നതുകൊണ്ടായിരിക്കും പഠിക്കാനിരുന്നിട്ട് എനിക്ക് അത്രക്കങ്ങ് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ആദ്യം തന്നെ ടു ഡു ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടാണ് പഠിക്കാനിരുന്നത്. ഇന്നത്തെ നമ്മുടെ ഗോള് ഇലക്ട്രോ കെമിസ്ട്രി തീർക്കണം, പിന്നെ സുവോളജിയുടെയും ബോട്ടണിയുടെയും റെക്കോർഡ് തീർക്കണം. ഇലക്ട്രോ കെമിസ്ട്രിയുടെ ലാസ്റ്റ് 2 ചെറിയ ടോപ്പിക്കുകൾ മാത്രം പെൻഡിങ് വെച്ചിട്ട് നമ്മൾ ആ ചാപ്റ്റർ ബാക്കിയുള്ളതൊക്കെ പഠിച്ചു തീർത്ത്. എനിക്ക് ഈ ചാപ്റ്റർ അത്യാവശ്യം ഡ്രൈ ആയിട്ടാണ് തോന്നിയത്. കെമിസ്ട്രി പൊതുവേ എനിക്ക് +2ൻ്റെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ആകെ 2 ചാപ്റ്റേഴ്സ് ഇതിൽ നമ്മൾ നോക്കിയിട്ടുള്ളൂ, ഫസ്റ്റും സെക്കൻഡും ചാപ്റ്റേഴ്സ്. എനിക്കിത് രണ്ടും ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് വലിയ പരിചയമില്ലാത്തൊരു ചാപ്റ്റേഴ്സായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടായിരിക്കും ഫസ്റ്റും സെക്കൻഡും എന്ന് പറഞ്ഞാൽ ഫസ്റ്റിലെ തുടക്കത്തിൽ നമുക്ക് എവിടേക്കോ കണ്ട് പരിചയം ഉണ്ടെങ്കിലും സെക്കൻഡും പിന്നെ ഫസ്റ്റിലെ ലാസ്റ്റ് പോർഷൻസുമായിട്ട് +1 ഒരു ബന്ധവും ഇല്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് അത്ര ഇഷ്ടപ്പെടാഞ്ഞത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. പിന്നെ നമ്മുടെ കണ്ടിന്യൂറ്റിയും പ്രധാനമാണല്ലോ. കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാതെ ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തേ പിന്നെയാണ് എനിക്ക് ഈ 2-3 ദിവസമായിട്ട് പഠിക്കാനിരിക്കുമ്പോൾ മൈൻഡ് ആബ്സെൻ്റ് ആയി പോകുന്നുണ്ട്. ഇത്രയും നോട്ടാണ് ഇന്നിരുന്ന് എഴുതിയത്. ഇവിടെ അവസാനത്തെ ആ ബാറ്ററി സെല്ലെന്നൊക്കെ പറയുന്ന ഒരു ടോപ്പിക് ഒഴിച്ച് ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഷോർട്ട് നോട്ടൊക്കെ നമ്മൾ എഴുതി. ഇങ്ങനെ ഷോർട്ട് നോട്ട് എഴുതുന്നത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ +2 വന്നേ പിന്നെയാണ് വലുതായിട്ട് ഞാൻ നോട്ട് എഴുതാൻ തുടങ്ങിയത്. ആ ഒരു തുടക്കത്തിൻ്റെ ഒരു ആവേശത്തിൽ ചെയ്തതായിരിക്കണം. കാരണം എപ്പോഴും ഇങ്ങനെ ലോങ് നോട്ട്സ് എഴുതാമെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. എന്തായാലും ഞാനതിന് വേണ്ടി ഒരു A4 സൈസുള്ള ബുക്ക് എടുത്തിട്ടുമുണ്ട്. ഞാനത് എഴുതാൻ തുടങ്ങിയിട്ടുമുണ്ട്. ഒരു 4-5 ചാപ്റ്റർ മാത്രമേ അതിനകത്ത് എഴുതി തുടങ്ങിയിട്ടുള്ളൂ. മിക്കവാറും ഞാൻ എൻ്റെ +1 പോലെ ഈ ഷോർട്ട് നോട്ട്സിലേക്ക് തന്നെ വീണ്ടും ചുരുങ്ങുമെന്നാണ് തോന്നുന്നത്. ആവശ്യത്തിന് പോയിന്റുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നോട്ട്സിനെയാണ് ഞാൻ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ടെസ്റ്റ് നോക്കി എഴുതുന്ന കാരണം ഫുൾ കാര്യങ്ങളും അതിനകത്തുണ്ടാവും. പക്ഷെ വളരെ ചുരുക്കി സ്പേസ് ലാഭിച്ച് പിശുക്കി എഴുതുന്നത് കാരണം പിന്നെ കോഡ് ഭാഷകളൊക്കെ ഉപയോഗിച്ചാണ് എഴുതുന്നത്. എനിക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിലുള്ള. അതുകൊണ്ട് എൻ്റെ ഷോർട്ട് നോട്ട്സ് വേറെ ആർക്കും മനസ്സിലാവാൻ സാധ്യതയില്ല. നമുക്ക് വേണ്ടി മാത്രം എഴുതുന്ന ഒരു സ്പെഷ്യൽ നോട്ടാണ് എൻ്റെ ഷോർട്ട് നോട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ റെക്കോർഡ് എഴുതാനിരുന്നു. പക്ഷേ ആ എഴുതുന്നതിൻ്റെ ഷൂട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഫോണിലുള്ള PDF നോക്കിയിട്ടാണ് എഴുതേണ്ടത്. കെമിസ്ട്രി മാത്രമേ ലാബ് മാനുവൽ നോക്കി എഴുതാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ റെഡിങ് കൊണ്ട് അണ്ടർലൈൻ ചെയ്യണമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം വേറൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ പരിപാടിയൊക്കെ നേരത്തെ കഴിഞ്ഞെങ്കിലും എഡിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സമയം കിട്ടിയില്ല. നല്ല കഴിയില്ലായിരുന്നു. പിറ്റേ ദിവസം അതായത് 31-ാം തീയതിയാണ് ഞാനിത് എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ കൂടി കുറച്ച് ക്ലിപ്സ് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വെച്ചു. ഇന്നത്തെയും ഫുൾ ഡേയിലെ ക്ലിപ്പ് ആഡ് ചെയ്യാനിരുന്നാൽ നാളെ ആകും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് രാവിലെ ഞാൻ കുറച്ച് നേരം റെക്കോർഡ് എഴുതുന്നതിൻ്റെ മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ. ഇതിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഫോണൊക്കെ കയ്യിലുണ്ടായിരിക്കും. സ്റ്റഡി വ്ളോഗായിട്ട് ഞാനിടുന്ന ആദ്യത്തെ ലോങ് വീഡിയോ ആണിത്. ദെയർ മേ ബി സം മിസ്റ്റേക്സ്. അപ്പോൾ നമ്മുടെ സ്റ്റഡി വ്ളോഗ് ഇവിടെ നിർത്തുകയാണ് ഗൈസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.